ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് രേണുസുധിയുടെ ലേറ്റസ്റ്റ് ആൽബത്തിന്റെ സംവിധായകനും നായകനുമായിട്ടുള്ള അൻഷാദ് പാലയാണ്. ഈ ഒരു വീഡിയോ കാണുവാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ ദയവ് ഇത് സ്കിപ്പ് അടിച്ചു പോവുക. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് അൻഷാദിനോടാണ്. അൻഷാദെ, എടാ പുന്നാരമോനെ, നീ നിന്റെ വീട്ടിൽ ഇരിക്കുന്ന അമ്മേനെയും പെങ്ങളെയും വിളിക്കുന്ന തായും പൂവും കൂട്ടിയുള്ള വിളി അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി. അതുമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ വലിച്ചേറി ഒട്ടിച്ചു വിടും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഇവന്റെ അമ്മയോടും, പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളോടും, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയോടും, മകളുണ്ടെങ്കിൽ മകളോടുമാണ്. ഈ നാറി വീട്ടിലുള്ളപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ കുളിക്കാനും വസ്ത്രം മാറാനും ശ്രമിക്കരുത്. കാരണം മറ്റൊന്നുമല്ല, ഇവന്റെ ലേറ്റസ്റ്റ് ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കൂടെ അഭിനയിച്ച പെൺകുട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ ഒരു അർദ്ധനഗ്ന ചിത്രം നിർമ്മിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച നാറിയാണ് ഇവൻ. അങ്ങനെയുള്ള ഇവൻ നാളെ ഇവൻ്റെ ഒരു ആൽബത്തിൻ്റെയോ ഷോർട്ട് ഫിലിമിൻ്റെയോ പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ കുളിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വസ്ത്രം മാറുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നാണക്കേട് നിങ്ങൾക്കാണ്. സോ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവനും രേണുസുധിയും കൂടെ ഒന്നിച്ച് അഭിനയിച്ച ഒരു ആൽബത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് രേണുസുധിയുടെ ഒരു അർദ്ധനഗ്ന ചിത്രം AI യൂസ് ചെയ്ത് ഇവൻ നിർമ്മിച്ചു. ആ ഒരു വിഷയം വിവാദമായതിന് തൊട്ട് പിന്നാലെ രേണുസുധി അതിനകത്ത് ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. രേണുസുധിയാണ്. ഞാനിപ്പോൾ സുഖമില്ലാതെ കിടക്കുവാണ്. കീമോ കഴിഞ്ഞിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാനൊരു 1.5 വർഷം മുന്നേ അഭിനയിച്ച് ഏകദേശം 2 വർഷം അടുത്തായി അഭിനയിച്ച ഒരു ആൽബം ഈയിടെ റിലീസിന് കൊടുക്കുവാണ്. അതിലൊരു പോസ്റ്റർ എൻ്റെ അവരുടെ അടിയറ പ്രവർത്തകർ AI വെച്ചിട്ട് നിർമ്മിച്ച ഒരു പോസ്റ്റർ. അത് പ്രമോഷന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്, AI വെച്ചിട്ട്. അപ്പം ആ പോസ്റ്റർ എനിക്ക് ഇട്ട് തന്നിട്ട് അത് ഇട്ടോട്ടെ എന്ന് വെച്ചു. ഞാനപ്പം ഈ ഹീറോ എടുത്ത് കഴിഞ്ഞാൽ അറിയാലോ, ബോധമില്ലാതെ കിടക്കുമായിരുന്നു. ഞാൻ നേരെ ചുവ കണ്ടില്ല, ആന്ന് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞില്ലേ സംഭവം എന്നത്. ഇപ്പം അത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ അതിനകത്തില്ല, അങ്ങനെ ഒരു സീനും ഇല്ല, അങ്ങനെ ഇട്ട് ഞാൻ അഭിനയിച്ചിട്ടും ഇല്ല. പക്ഷെ അതൊരു AI ആണ്. ഞാൻ അണിയറ പ്രവർത്തകരോട് പറഞ്ഞു അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞവരത് റിമൂവ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കോ അല്ലെങ്കിൽ എനിക്ക് യാതൊരുവിധ ബന്ധമില്ലാത്ത ഫോട്ടോയാണത്. ആൽബത്തിനകത്ത് അങ്ങനെ ഒരു സീനും ഇല്ല. നല്ല മനോഹരമായ ആൽബം തന്നെയാണ്. എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് രേണുവിനോട് പറയാനുള്ളത്, രേണു ദൈവത്തെ ഓർത്ത് ഈ ഒരു വിഷയത്തിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. ഇവനെതിരെ കേസ് കൊടുക്കണം. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ഇവൻ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു അർദ്ധനഗ്ന ചിത്രമാണ് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നാളെ ഇവൻ ഇതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന നാണക്കേട് നിങ്ങൾ ജീവിതാവസാനം വരെ ചുമക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഇവനെതിരെ നിയമ നടപടി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഇതിനു മുൻപും ഇവൻ നിങ്ങളെ നാണം കെടുത്തിട്ടുണ്ട്. കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് നിമിത്തം നിങ്ങൾ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. കിച്ചു നിങ്ങളെ അമ്മയായിട്ടല്ല കണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനൊരു വീഡിയോ ഇവന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചതിന്റെ പേരിൽ നിങ്ങളൊന്ന് എയറിൽ പോയതാണ്. അന്ന് നിങ്ങൾ ഇവനെ വിളിച്ച് പച്ചത്തെറി വിളിച്ച കാര്യമൊക്കെ എനിക്കറിയാം. സോ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരു നാറിയെ ഇങ്ങനെ കയറൂരി വിട്ടു കഴിഞ്ഞാൽ ഇവൻ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു ബാധ്യതയായിട്ട് മാറും. സോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വോയിസ് ഓഫ് പാർവതി എന്ന് പറയുന്ന ചാനലിലെ പാർവതി ഈ രേണുസുധിയും ഇവരും കൂടി ഒന്നിച്ച് അഭിനയിച്ച ഈ ആൽബം റിലീസ് ചെയ്യുന്ന ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരുന്നു കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഈ പാർവതി ആ ഒരു ചാനലിൽ അയച്ച ഒരു മെസ്സേജ് മാറി ഇവനും പോയി. അങ്ങനെ പോയപ്പോഴത്തേക്ക് രേണുസുധിയുടെ ഈ ഒരു AI പിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പാർവതി ഇവനോട് ചോദിച്ചു. അന്ന് ഇവൻ റിപ്ലൈ കൊടുത്തില്ല. ആ റിപ്ലൈ കൊടുക്കാത്ത ഇവൻ പിന്നീട് പാർവതിക്ക് അയച്ച കുറച്ച് തെറി മെസ്സേജുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ഇതുകൊണ്ടാണ് ഞാൻ ഇവനോട് പറഞ്ഞത്, നീ നിന്റെ വീട്ടിലിരിക്കുന്ന അമ്മേനെയും പെങ്ങളെയും വിളിക്കുന്ന തെറിയുമായിട്ട് നീ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുന്നാര പോലെ നിന്നെ ഞങ്ങൾ വലിച്ചു കൂട്ടിക്കും. ഞങ്ങൾ യൂട്യൂബിൽ മാത്രമല്ല വീഡിയോ ഒന്ന്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വീഡിയോ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം നിന്റെ ഈ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നിന്നെ ഞങ്ങൾ നാറ്റിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ താങ്ങത്തില്ല അൻഷാദെ. അവസാനം നീ നിന്റെ പേജും പൂട്ടി ഓടേണ്ട അവസ്ഥ വരും. നിന്നെക്കാളും വലിയ തെറിവിളിക്കാരെ കണ്ടവരാണ് ഞങ്ങൾ, ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പാർവതിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം. രണ്ടുപേരും ടൗൽ ഉടുത്തോണ്ട് നിൽക്കുന്ന ഒരു AI പിക്കാണ്.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇവളന്ന് പറഞ്ഞ് ഞാൻ കീമോ എടുത്ത് കിടക്കുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര അതിന് ആ ഇടയ്ക്ക് തന്നെയാണല്ലോ ബിബിയിലും ഞങ്ങളെ എല്ലാം കൂടെ ചൊറിഞ്ഞോണ്ട് തെറിയും പറഞ്ഞോണ്ട് വന്നത്. അപ്പൊ കീമോ ഒന്നും ഇല്ല. അപ്പൊ ഇത് കീമോ എടുത്ത് കിടക്കുവാണോ അല്ലോ എന്ന് ഞാൻ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി വീഡിയോ ചെയ്യാനൊന്നും അല്ല, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കൊളാബ് ചെയ്ത പേജ് നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ആ റിലീസ് ചെയ്യുന്നത്, ഇവരുടെ ഈ ആൽബം റിലീസ് ചെയ്യുന്നവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഹൈ ബ്രോ ഏത് ഡേറ്റിലാണ് നിങ്ങൾ ഈ AI കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് കറക്റ്റ് ആയിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് ഗെയിം എടുത്ത് കിടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് അവര് പബ്ലിക് ആക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പത്തേക്ക് ഇതിന്റെ കൊളാബ് ചെയ്തിട്ട് ഈ അർഷാദ് പാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ശ്രദ്ധിച്ചില്ലടേ. ഞാൻ ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇവർക്കും കൂടെ ഈ അർഷാദ് പാല എന്നുള്ള ഇത് ശ്രദ്ധിക്കാണ്ട് ഇയാൾക്കും കൂടെ മെസ്സേജ് അയച്ചു. അപ്പത്തേക്ക് ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അർഷാദ് പാലയാണ്, ഈ നായകനാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി, എടോ തന്റെയും എന്താണ് രേണുവിന്റെയും ആ ഒരു AI പിക്കില്ല അത് ഏത് ഡേറ്റിലാണ് എന്ന് ജസ്റ്റ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് അവര് ഇത് തന്നു, റിപ്ലൈ തന്നു, എടോ അങ്ങനെ മറ്റേ അമർച്ച എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ശരി ബ്രോ ശരി എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും എന്നിട്ട് ഈ കേസ് വിട്ട് കളഞ്ഞാണ്. എന്നിട്ട് ഇവന് പിറ്റേ ദിവസം എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ ഈ കേസ് വിട്ട് കളഞ്ഞോണ്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല. ഇവൻ അത് കഴിഞ്ഞിട്ട് ഉത്രാടത്തിന് അന്ന് രാവിലെ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് പരത്തെറി, ഞാൻ ഈ സൈഡിൽ വെക്കാം, അപ്പൊ ഒരു പരത്തെറി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിലെ സ്വഭാവമായിട്ട് എന്റെ അടുത്തോട്ട് വരരുത്, നീ വീട്ടിൽ പെരുമാറുന്ന പോലെ അതാക്കരുത്. പിന്നെ ഇവ വീണ്ടും 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 തെറികൾ മാത്രം അയക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉത്രാടത്തിന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്താണ് ഇവന് ആ ഇവരുടെ ആൽബത്തിന്റെ ലിങ്ക് കണ്ടിട്ട് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പകല് മൊത്തം പരത്തെറി വിളിച്ചിട്ട് നല്ല കൊള്ളാം, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോ ഇതിനകത്ത് പാർവതി ഇവന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ആ ഒരു മറുപടി ഞാൻ തൽക്കാലം ഇവിടെ വെക്കുന്നില്ല. അത് നീ അർഹിക്കുന്ന മറുപടിയാണ്. തന്തയിലായ്മ ഒരു കുറ്റമല്ല, അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കല് അൻഷാദെ. അത് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നീ തന്നെ ദുഃഖിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിന്നെക്കാളും വലിയ തെരുവിളിക്കാരെ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അതിനുള്ള മറുപടി ഞങ്ങൾ നല്ല രീതിക്ക് തരാൻ തുടങ്ങി കഴിഞ്ഞാൽ നീ താങ്ങില്ല. നീ നാണം കെട്ട് നാശമാകുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും മൂലക്കിരുന്നോണം. നീ ചെയ്ത വർക്കിനകത്ത് നിനക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തതിന്റെ പേരിലല്ലടാ രേണുസുധിയുടെ അറിവോ സമ്മതവും ഇല്ലാതെ അവരുടെ ഒരു അർദ്ധനഗ്ന ചിത്രം AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നീ പബ്ലിഷ് ചെയ്തത്. അതേപോലെയല്ലേ ഇപ്പം എങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പാർവതിയെ തെറി വിളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ആ ഒരു ആൽബത്തിന്റെ പേര് ഞങ്ങൾ പറയാത്തത്. നീ നിർമ്മിച്ച ആ ഒരു പോസ്റ്റർ രേണുസുധിയുടെ വീഡിയോക്കകത്തുണ്ട്. ആ ഒരു പോസ്റ്ററും വെറുതെ ചെയ്തിട്ട് ഞങ്ങൾ വെക്കത്തുള്ളൂ. ഒരു റീച്ച് നിനക്ക് കിട്ടാണ്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു ആൽബം അബദ്ധവശ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് റിപ്പോർട്ട് അടിച്ച് ആ വീഡിയോ ഡൗൺ ചെയ്യാനുള്ള പരിപാടി നോക്കണം. കാരണം ഇവനെപ്പോലുള്ള ആളുകൾ ഇനിയും വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മാനാഭിമാനത്തോടു കൂടി ജീവിക്കാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ വരും. ഈ ഒരു ആക്ടിങ് പാഷനായിട്ട് കാണുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. ഇത്തരത്തിലുള്ള AI യൂസ് ചെയ്ത് അർദ്ധനഗ്ന ചിത്രങ്ങളൊക്കെ ഇവന്മാരൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാർ സമ്മതിക്കാതെ വരുമ്പോഴത്തേക്ക് ആ പെൺകുട്ടികളുടെ ആ പാഷൻ എന്നേക്കുമായിട്ട് ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഒരു ആൽബം യാതൊരു രീതിയിൽ റീച്ച് നേടാതിരിക്കേണ്ട മാക്സിമം നിങ്ങളെ കൊണ്ടാവാവുന്ന രീതിയിൽ അതിനെ റിപ്പോർട്ട് അടിച്ച് നിങ്ങൾ തകർക്കണം. അത് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, ഓക്കെ ബൈ.